നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചിനിപ്പാടത്ത് സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. പാലശ്ശേരി സ്വദേശി ചിറയന്മേൽ വീട്ടിൽ അഖിൽ രാജിനാണ് പരിക്കേറ്റത്. അമ്മാടം ആലുക്കക്കുന്നിൽ അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആലുക്കക്കുന്ന് സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ബിജു ആണ് അറസ്റ്റിലായത്. ഇരുപത്തിനാലാമത് ശ്രീമദ് ഭാഗവത തത്വമസി ശാസ്ത്രം ഗ്രന്ഥം എഴുന്നള്ളിപ്പിന് വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന സ്വീകരണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. പൂച്ചിനിപ്പാടത്ത് സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. പാലശ്ശേരി സ്വദേശി ചിറയന്മേൽ വീട്ടിൽ അഖിൽ രാജിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 പൂച്ചിനിപ്പാടം മാംഗോ ബേക്കറിക്ക് സമീപമായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന മഹാദേവ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. പൂച്ചിനിപ്പാടത്ത് വെച്ച പുറകിലെത്തിയ ആംബുലൻസിന് സൈഡ് നൽകി ബൈക്ക് മുന്നോട്ടെടുക്കുന്നതിനിടെ ബസ് തട്ടുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന്റെ കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ബസ് ജീവനക്കാർ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നവരുമായുള്ള തർക്കം മൂലം കഴിഞ്ഞില്ല. സ്വകാര്യ ബസ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിസ്സാര പരിക്കേറ്റ ബൈക്ക് യാത്രികന്റെ ചികിത്സാ ചെലവ് വഹിക്കുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യവും ജീവനക്കാർ പോലീസിന് സമർപ്പിച്ചിരുന്നു. അമ്മാടം ആലുക്കക്കുന്നിൽ അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആലുക്കക്കുന്ന് സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ബിജു ആണ് അറസ്റ്റിലായത്. അയൽവാസിയായ നെല്ലത്ത് വീട്ടിൽ ബാബുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തിങ്കളാഴ്ച രാത്രി 8:15 സംഭവം. പ്രതിയായ ബിജു ബാബുവിന്റെ വീട്ടിലേക്ക് കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇതിനെ ബാബുവും സഹോദരനായ സുബ്രഹ്മണ്യനും ചേർന്ന് ചോദ്യം ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ ബിജു വീട്ടിൽ കരുതി വെച്ചിരുന്ന ഇരുമ്പ് കമ്പി എടുത്തു കൊണ്ടുവന്ന ബാബുവിന്റെ വലത് കൈയിലും തലയിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അടിയേറ്റ് ബാബുവിന്റെ തലയോട്ടി പൊട്ടി ഗുരുതര പരിക്കേറ്റിരുന്നു. ബാബുവിന്റെ സഹോദരൻ സുബ്രഹ്മണ്യന്റെ പരാതിയിൽ ചേർപ്പ് പോലീസാണ് പ്രതി ബിജുവിനെതിരെ കേസെടുത്തത്. കൊലപാതക ശ്രമമാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. പ്രതിയെ പിന്നീട് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ, ഗ്രേഡ് SI MS ഷാജു, ഗ്രേഡ് ASI PH ആരിഫ്, ഡ്രൈവർ CPO പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 24ാമത് ശ്രീമദ് ഭാഗവത തത്വമസി ശാസ്ത്രം ഗ്രന്ഥം എഴുന്നള്ളിപ്പിന് വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന സ്വീകരണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജ്, സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥ മഹാരാജ്, സ്വാമിനി മാ ഗുരുപ്രിയ, ബ്രഹ്മർഷി ദേവപാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗ്രന്ഥം എഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് E ശ്രീകുമാർ, രാധാകൃഷ്ണൻ, മോഹനൻ, രവി കൊട്ടുങ്ങൽ, സത്യൻ, പ്രേമ മോഹൻദാസ്, ശ്യാമള സതീശൻ എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി പാർലിക്കാട് നൈമിഷാരണ്യം സഭാനികേതനിൽ ഈ മാസം 19 മുതൽ 28 വരെയാണ് പരമതത്വസമീക്ഷാ സത്രം നടക്കുക. അന്നദാനം, വഴിപാട് കൗണ്ടർ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 70 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. തൃപ്രയാറിൽ നടക്കുന്ന KSTA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്ത് തല പ്രാദേശിക വിദ്യാഭ്യാസ സെമിനാറും വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. ഈ മാസം 20, 21 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുക. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ KSTA സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ കമ്മിറ്റി അംഗം KS കിരൺ അധ്യക്ഷനായി. ലിംഗനീതിയും പൊതുവിദ്യാഭ്യാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അനന്യസമേതം സഹജില്ലാ കോർഡിനേറ്റർ MG ജയശ്രീ വിഷയാവതരണം നടത്തി. വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. KSTA വലപ്പാട് ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ സമ്മാനദാനം നിർവഹിച്ചു. KB സന്ധ്യ, VS നീതു എന്നിവർ സംസാരിച്ചു.
മതിലകത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. എടത്തിരുത്തി സ്വദേശികളായ ആരിപ്പിന്നി വീട്ടിൽ രശ്മൽ, സഹോദരൻ നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാവിലെയാണ് മതിലകം മതിൽമൂല തറാഞ്ചേരി സ്വദേശി കുഴുപ്പുള്ളി വീട്ടിൽ സുന്ദരൻ ആക്രമിക്കപ്പെട്ടത്. പ്രതികളായ സഹോദരങ്ങൾ സുന്ദരന്റെ വീടിന്റെ വരാന്തയിൽ വെച്ച് ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഇരുമ്പ് പൈപ്പ് കൊണ്ടായിരുന്നു ആക്രമണം. പ്രതികളുടെ അമ്മയെ സുന്ദരൻ ഫോൺ ചെയ്തു എന്നുള്ള വൈരാഗ്യത്താലാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദ്, SI മാരായ അജയ് S മേനോൻ, TN പ്രദീപ്, വിശാഖ, ഗ്രേഡ് ASI വഹാബ്, CPO ഷനിൽ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചാമക്കാല നഹജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീണ്ടു നിൽക്കുന്നതാണ് വാർഷികാഘോഷ പരിപാടി. നഹജുർ റഷാദ് ട്രസ്റ്റ് ചെയർമാൻ TM ഹൈദർ ഹാജി പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചാമക്കാലയിലെ മുതിർന്നവരെ ആദരിക്കുന്ന സ്നേഹാദരം പരിപാടി ശ്രദ്ധേയമായി. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു. PB ഖാദർകുട്ടി അധ്യക്ഷനായി. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹോട്ട്പാക്ക് MD PB അബ്ദുൽ ജബ്ബാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ET ടൈസൺ MLA, മുൻ MP TN പ്രതാപൻ എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തി. അൽ ഉസ്ര GCC കമ്മിറ്റി പ്രസിഡന്റ് MCA നസീർ, EK മുഹമ്മദ് ഹാജി, PK മുഹമ്മദ് അലി, മുഹമ്മദ് അലി ഹാജി, PM അബ്ദുൽ കരീം ഹാജി, ES അബ്ദുള്ള ഹാജി, ചന്ദ്രാപിന്നി, PK ഹംസ, അൽ ഉസ്ര GCC കമ്മിറ്റി ജനറൽ സെക്രട്ടറി PA നവാസ് എന്നിവർ സംസാരിച്ചു. വഴിയിൽ കളഞ്ഞു കിട്ടിയ മൊബൈൽ ഫോൺ ഉടമസ്ഥന് കൈമാറി വിദ്യാർത്ഥികൾ. പഴുവിൽ സെന്റ് ആന്റണീസ് UP സ്കൂളിലെ കുട്ടികളാണ് സത്യസന്ധതയ്ക്ക് മാതൃകയായത്. കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ ഗേറ്റിന് സമീപം മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിരുന്നു. ക്ലാസിന്റെ ഇടവേളയ്ക്കിടെ പുറത്തിറങ്ങിയ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ PA ആദിൽ, KD ജസ്ലിൻ എന്നിവരാണ് ഗേറ്റിന് സമീപത്ത് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. കളഞ്ഞു കിട്ടിയ മൊബൈൽ ഫോൺ കുട്ടികൾ തന്നെ അധ്യാപകരെ ഏൽപ്പിച്ചു. പിന്നീട് ഉടമസ്ഥനായ MP ഷിദിക്ക കുട്ടികൾ മൊബൈൽ ഫോൺ കൈമാറി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,360 രൂപ, പവന് 98,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചിനിപ്പാടത്ത് സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. പാലശ്ശേരി സ്വദേശി ചിറയന്മേൽ വീട്ടിൽ അഖിൽ രാജിനാണ് പരിക്കേറ്റത്. അമ്മാടം ആലുക്ക കുന്നിൽ അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആലുക്കക്കൊന്ന് സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ബിജു ആണ് അറസ്റ്റിലായത്. ഇരുപത്തിനാലാമത് ശ്രീമദ് ഭാഗവത തത്വമസി ശാസ്ത്രം ഗ്രന്ഥം എഴുന്നള്ളിപ്പിന് വെങ്ങിണിശ്ശേരി അയക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന സ്വീകരണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.